പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആയിരത്തൊരു വാർത്ത വരുന്ന ട്രാൻസ്ഫർ വിൻഡോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നിലവിലിപ്പോൾ ISL ക്ലബ്ബുകൾ പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല. എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലെ താരങ്ങളെല്ലാം ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും സൈനിങ്സ് ഒന്നും നടത്താൻ ശ്രമിക്കാത്തതിന്റെ കാരണം വ്യക്തമാണ്. വരുന്ന സീസണുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ക്ലാരിഫിക്കേഷനോ കൺഫർമേഷനോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ISL നടക്കുമെന്നതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ലഭിച്ചാൽ മാത്രമായിരിക്കും ISL ക്ലബ്ബുകളെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക. അതല്ലാതെ വെറുതെ താരങ്ങളുടെ ടീമുകൾ സ്വന്തമാക്കുകയാണെങ്കിൽ അതല്പം റിസ്ക്കുള്ള ഒരു കാര്യം തന്നെയാണ്. ട്രാൻസ്ഫർ വിൻഡോ എന്ന് ഓപ്പൺ ആകും എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ജൂൺ 12-ന് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവും. ജൂൺ 12 മുതൽ ഓഗസ്റ്റ് 31 വരെയായിരിക്കും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നത് ജനുവരി 1 മുതൽ ജനുവരി 31 വരെയായിരിക്കും. എന്നാൽ ക്ലബ്ബുകളൊക്കെ സൈനിങ് നടത്തുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. കാരണം ISL നടക്കുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കാതെ ക്ലബ്ബുകൾ സൈനിങ്സ് ഒന്നും നടത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെല്ലാം നിലവിൽ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് കളിച്ചിട്ടുണ്ടായിരുന്ന 2 താരങ്ങളായിരുന്നു തിയാഗോ ആൽവസും അതുപോലെ തന്നെ ക്വാമി വെപ്രയും. തിയാഗോ ആൽവസിനെ എല്ലാം കഴിഞ്ഞ സീസണിലേക്ക് വേണ്ടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ പ്രതിസന്ധികൾ തുടരുന്ന സാഹചര്യത്തിൽ താരം ക്ലബ്ബ് വിടുകയായിരുന്നു. അതിനുശേഷം താരത്തിന് കംബോഡിയൻ പ്രീമിയർ ലീഗിലെ ടീമായിട്ടുള്ള സ്വായ് റിയങ് എന്ന ക്ലബ്ബാണ് ടീമിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ടീമിൽ തന്നെയാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ക്വാമി വെപ്രയും കളിച്ചിട്ടുണ്ടായിരുന്നത്. വെപ്രയുടെ കാര്യമെടുത്ത് നോക്കുമ്പോൾ സ്വായ് റിയങ് എന്ന ഒരു കംബോഡിയൻ ക്ലബിന് വേണ്ടി മിന്നും ഫോമിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. 28 മത്സരങ്ങൾ കളിച്ച വെപ്ര നേടിയത് 24 ഗോളുകളാണ്. തിയാഗോ ആൽവസും ആ ഒരു ക്ലബിന് വേണ്ടി തന്നെയാണ് കളിച്ചത്. 5 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകളും 2 അസിസ്റ്റുകളും നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. വെപ്രയും അതുപോലെ തന്നെ തിയാഗോ ആൽവസും കളിക്കുന്ന സ്വായ് റിയങ് എന്ന ഈ ഒരു ടീമാണ് കംബോഡിയൻ പ്രീമിയർ ലീഗിലെ ജേതാക്കളായിരിക്കുന്നത്. 2 താരങ്ങളും ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.